ഈ കത്തി കൊണ്ട് ചെറിയൊരു കാര്യമുണ്ട്. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശ, ഇഡ്ഡലി, പൂരി, പുട്ട് അതൊക്കെ എന്നും കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും. അപ്പം എനിക്കാണെങ്കിൽ ദോശയൊന്നും അത്ര പിടുത്തമല്ല. അപ്പം ചപ്പാത്തി, പൂരി ഓക്കെയാണ്. അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി മീൻസ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. കൂടുതലും ഈവനിങ് ടൈമാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ. ചിലർ രാവിലെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് ചെയ്യാം. അപ്പോൾ വീട്ടിലേക്ക് പോവാം. ഇന്നലെ ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് 6 കിട്ടിയായിരുന്നു. 6 മീൻസ് റേഷൻ. ഒരു മാസം തന്നെ 3 പാർട്ടായിട്ടാണ് നമുക്ക് ഈ റേഷൻ ലഭിക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ചില സ്ഥലങ്ങളിൽ റേഷന് പകരം ക്യാഷ് ആണ്. ഇവിടെ ആൻഡമാനിൽ റേഷൻ. ഇതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ മുട്ടയുണ്ട്, പാലുണ്ട്. ഒരുപാട് പാൽ പാക്കറ്റ് നമുക്ക് കിട്ടും. ഒത്തിരി മുട്ടയും കിട്ടും കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം ഡ്രാഗണ്, പിന്നെ ഏത് സീസണിൽ ഏത് ഫ്രൂട്ടാണോ അത്. ഇപ്പോഴത്തെ മാംഗോ ആണ് സീസൺ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മാംഗോസ് കിട്ടി. പിന്നെ 3 പാക്കറ്റ് ബ്രെഡ്. ഓക്കെ, അപ്പോൾ ഇനി പിന്നീട് മാസത്തിലെ ലാസ്റ്റ് വീക്കെൻഡ് നമുക്ക് ഡ്രൈ റേഷൻ കിട്ടും. ഡ്രൈ റേഷനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചീസുണ്ട്, ബട്ടറുണ്ട്, പിന്നെ പയർ ഐറ്റംസ്, ചെറുപയർ, വൻപയർ, മൂങ് ദാൽ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡ്രൈ റേഷനിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാര്യമാണ് ഇങ്ങനത്തെ റേഷൻ നമുക്ക് ഓഫീസിൽ നിന്ന് തരുന്നത്. ഇടയ്ക്ക് ഈ സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നതെന്ന് വെച്ചാൽ നല്ല മഴ പെയ്യുവാണ് പുറത്ത്, അപ്പോൾ അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ 2 തരം സാൻഡ്വിച്ചാണ് ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് വൈറ്റ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ കത്തി കൊണ്ട് ചെറിയൊരു ഉപയോഗമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമുക്കിതിൻ്റെ സൈഡ് കട്ട് ചെയ്യണം. ചിലർക്കാണെങ്കിൽ സൈഡ് കട്ട് ചെയ്യാതെ എടുക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്കാണെങ്കിൽ 4 സൈഡും കട്ട് ചെയ്തിട്ട് തന്നെ ഈ നമ്മൾ ബ്രെഡ് റോസ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഒരു സൈഡ് കട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ എന്തിനാണ് ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിക്കുന്ന സമയത്ത് കട്ടി ഫീൽ ചെയ്യും, ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എല്ലാവർക്കും അതിഷ്ടമാണെന്നില്ല. ചിലർക്കത് ഫുള്ള് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ എനിക്കൊക്കെ അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് ആ ഒരു ലുക്കിൽ കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് സൈഡ് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ മുറിഞ്ഞു പോകും. കറക്റ്റ് ഇതിൽ കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ മുറിഞ്ഞു പോകും. എങ്കിലും കഴിക്കുന്നതല്ലേന്ന് വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ പിള്ളേർക്ക് മുറിയാതെ തന്നെ കൊടുക്കണം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. ഈ മുറിഞ്ഞ ഭാഗം ഞാനിങ്ങ് എടുക്കും. അപ്പം ഇതുപോലെ എല്ലാ ബ്രെഡും കട്ട് ചെയ്യുക. അപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട എടുക്കാം. അപ്പം മുട്ട വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. 2 രീതിയിലാണ് ഞാൻ ഇന്ന് ഈ മുട്ട പൊട്ടി. ഓക്കെ, അപ്പം 2 രീതിയിലാണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് എഗ്ഗ് വെച്ചിട്ടും പിന്നെ അല്ലാതെ ബട്ടർ വെച്ചിട്ടും. അപ്പം അത് 2 രീതിയിലും ഞാൻ കാണിക്കാം. ഓക്കെ, ഏകദേശം പൊട്ടി കേട്ടോ. എനിക്കിഷ്ടമുള്ള ഏത് രീതിയാണെന്ന് വെച്ചാൽ, ബ്രെഡ് എടുത്തിട്ട് മുട്ട പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് അത് ബ്രെഡ് അതിനകത്ത് മുക്കിയിട്ട് ബട്ടർ നമ്മുടെ ആ ഒരു പാനിൽ തേച്ചിട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ടേസ്റ്റും അത്യാവശ്യം അതിനുണ്ട്. ചിലർക്കാണെങ്കിൽ ബ്രെഡിനകത്ത് മുട്ട ഓംലേറ്റ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ 2 രീതിയിൽ ചെയ്യാനായിട്ട് പോവാണ്. ഒന്ന് മുട്ട വെച്ചിട്ടും പിന്നെ അല്ലാതെ ബട്ടർ മാത്രം വെച്ചിട്ടും. അപ്പോൾ ചെയ്തോളാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചു. ആ ടൈം കൊണ്ട് നമുക്ക് ബ്രെഡ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ബട്ടർ എടുക്കാം, പിന്നീട് ചീസ് എടുക്കാം. അമൂലിൻ്റെ ചീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ചീസാട്ടോ. കൂടാതെ ഈ അമൂലിൻ്റെ ചീസ് എന്ന് പറയുന്നത് ഹെൽത്തിയും ആണ്, യമ്മിയും ആണ്. പിന്നീട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ചീസും ബട്ടറും കൂടെ തേച്ച് കൊടുക്കുവാണ്. അതിൻ്റെ മീതയിൽ ഒരു ബ്രെഡ് കൂടെ വെച്ചിട്ട് അത്യാവശ്യം നമുക്ക് എത്രയാണോ ഇഷ്ടം അതനുസരിച്ച് നമ്മൾ ചെയ്യുക. ചിലർക്ക് ഒരുപാട് തേക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച്.
പിന്നീട് ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ എടുത്തിട്ട് ആ കല്ലിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. സാൻഡ്വിച്ച് അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മുറിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ടാസ്ക്. കറക്റ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ വേണം ഇത് മുറിക്കാനായിട്ട്. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ മുറിച്ചാലേ നമുക്ക് ഇതിനെ സാൻഡ്വിച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേരിടേണ്ടി വരും. ഏകദേശം സാൻഡ്വിച്ചിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് സംഗതി. ഇത് ബട്ടറും ചീസും വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഇനി രണ്ടാമത്തെ സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മുട്ട വെച്ചിട്ടാണ്. അടുത്തത് മുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടൊരു മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കുവാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുക. പിന്നീട് പഴയതുപോലെ ബ്രെഡിനകത്തേക്ക് ചീസും ബട്ടറും ഒക്കെ തേച്ച് കൊടുക്കുവാണ്. അതിനകത്താണ് എഗ്ഗ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും പിള്ളേർക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. അത്യാവശ്യം അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇവർക്കാണെങ്കിൽ വെജിറ്റബിൾസ് അകത്ത് വെക്കുന്നത് സാൻഡ്വിച്ച് അത്രയും പിടുത്തമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചീസും ബട്ടറും മാത്രം ചേർത്ത് വെക്കുന്നത്. ചിലരാണെങ്കിൽ തക്കാളി, സവാള, ക്യാപ്സിക്കം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുക. പക്ഷേ ഇവർക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാനും കഴിച്ചു. ഞാനാണെങ്കിൽ മുട്ടയും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് ബ്രെഡ് അതിൽ മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്താണ് കഴിക്കുന്നത്. എനിക്കതാണ് ഒന്നും കൂടി ഇഷ്ടം. അത്യാവശ്യം മധുരമൊക്കെ വേണം എനിക്ക് കഴിക്കുമ്പോഴത്തേക്ക്, നല്ല മധുരം വേണം. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കഴിച്ചത്. എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇതിനെ കോണ്ടിനെൻ്റൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, നല്ല ഹെൽത്തിയാണ്. ഇപ്പം മഴക്കാലമല്ലേ, അപ്പം ഈ മഴയുള്ള സമയത്തും ഈവനിങ് ടൈമൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിച്ചാൽ അത്യാവശ്യം നല്ലതായിരിക്കും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പം ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ, നല്ല മഴയാണ് ഇവിടെ. പിന്നെ 5 മണിയാകുമ്പോഴത്തേക്ക് നേരം വെളുക്കും ഈ ആൻഡമാനിൽ. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല, നാട്ടിൽ 7 മണിയായാലും 7 മണിയാകുമ്പോഴേ വെട്ടം വീഴത്തുള്ളൂ. പക്ഷേ ഇവിടെ 5 മണിക്ക് വെട്ടം വരും. ഒരു വൈകുന്നേരം 4:30 മണിയാകുമ്പം ഇരുട്ടുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളും കുക്കിംഗ് കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുവരേക്കും ബൈ.